എന്നാൽ ഇബാദത്ത് ഓരോന്നും കൃത്യമായി എണ്ണി കൃത്യമാക്കി പഠിപ്പിച്ചതാണ് മുഴുവൻ ഇബാദത്തുകളും. അല്ലാത്തൊരു ആരാധന ഇസ്ലാമിൽ ഇല്ലേ ഇല്ല. പിന്നെ എവിടുന്ന ഈ നോമ്പുണ്ടായത്? ഇത് പിന്നീട് വർഷങ്ങൾ നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ട് ആരോ വ്യാജമായി പടച്ചുവിട്ട ചില കഥകൾ, ആ കഥകളുടെ അടിസ്ഥാനത്തിൽ ഉണ്ടായി വന്ന ചില റിപ്പോർട്ടുകൾ. അവസാനം ആ കൂട്ടത്തിൽ ആരോ നബിതങ്ങളുടെ പേരിൽ ഇല്ലാത്ത നുണയുമുണ്ടാക്കി റജബ് 27 നോമ്പ് നോറ്റാൽ ഇത്ര കൂലിയുണ്ട് എന്ന് പറയുന്ന റിപ്പോർട്ട് നബിതങ്ങൾ പറഞ്ഞു എന്ന പേരിൽ. റജബ് 27 നോമ്പ് നോറ്റാൽ 60 മാസത്തെ നോമ്പിന്റെ കൂലി കിട്ടും എന്ന് നബിതങ്ങൾ പറഞ്ഞിരിക്കുന്നു എന്ന് നബിതങ്ങളുടെ പേരിൽ വ്യാജമായി ആരോ കെട്ടിച്ചമച്ചു പ്രചരിപ്പിച്ചു. അത് നൂറ്റാണ്ടുകൾക്ക് ശേഷം വന്ന ചില പണ്ഡിതന്മാർ അറിഞ്ഞോ അറിയാതെയൊക്കെയായി എടുത്തുദ്ധരിച്ചു പോന്നു. അത് കണ്ട് ആ കിതാബ് കണ്ട അടുത്താൾ എടുത്തുദ്ധരിച്ചു, അവിടെ കണ്ട അടുത്താൾ ഉദ്ധരിച്ചു, അങ്ങനെ ഉദ്ധരിച്ച് കൈമാറിപ്പോന്ന ചില റിപ്പോർട്ടിലുണ്ട്. നിങ്ങൾ തപ്പിപ്പോയാൽ ഏറ്റവും പഴക്കം കിട്ടുക ഹിജ്റ 5-ാം നൂറ്റാണ്ടിൽ ജീവിച്ച അബൂ ഹാമിദ് അൽ ഗസാലിയുടെ ഇഹ്യാ ഉലൂമുദ്ദീൻ എന്ന കിതാബിൽ കാണും. അതിനപ്പുറത്തേക്ക് വേറെ കാണൂല. ഹിജ്റ 5-ാം നൂറ്റാണ്ടിൽ ജീവിച്ച അബൂ ഹാമിദ് അൽ ഗസാലിയുടെ ഇഹ്യാ ഉലൂമുദ്ദീൻ അതിൽ കാണും. സനദില്ല, ആര് പറഞ്ഞു എന്നില്ല, എവിടുന്ന് കിട്ടിയെന്നില്ല, ഏത് കിതാബിൽ ഉദ്ധരിച്ചു എന്നില്ല. നേരെ മറിച്ച് ഒരു റിപ്പോർട്ടായാണ് കൊടുത്തു പോയിരിക്കുകയാണ്. അതിലും മിഅ്റാജ് നോമ്പ് എന്നില്ല. ഉണ്ടാക്കിയ കള്ളക്കഥയിൽ പോലും മിഅ്റാജ് നോമ്പ് എന്നില്ല. റജബ് 27 നോമ്പ് നോറ്റാൽ എന്നേ അതിലുള്ളൂ. അപ്പൊ അന്നല്ലേ മിഅ്റാജ്? മുസ്ലിം ലോകത്ത് ഉറപ്പുള്ള കാര്യമല്ല. മിഅ്റാജ് റജബ് 27 അല്ലേ? മുസ്ലിം ലോകത്തെ പണ്ഡിതന്മാർക്കിടയിൽ ഉറപ്പുള്ള വിഷയമല്ല. റജബ് 27 അല്ലേ? മിഅ്റാജ് ഉണ്ട് എന്ന കാര്യം ഉറപ്പാണ്. ഖുർആൻ പഠിപ്പിച്ച കാര്യമാണ്, ഹദീസിൽ വന്ന കാര്യമാണ്. സൂറത്തുൻ നജ്മിൽ അല്ലാഹു തആല പരിചയപ്പെടുത്തി, വലഖദ് റആഹു നസ്ലതൻ ഉഖറാ ഇൻദ സിദ്റത്തിൽ മുൻതഹാ ഇൻദഹാ ജന്നത്തുൽ മഅവാ ഇദ് യഗ്ഷ സിദ്റത മാ യഗ്ഷാ എന്ന ആയത്തിലൂടെ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ജിബ്രീൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ശരിയായ രൂപത്തിൽ 2 പ്രാവശ്യം കണ്ടുവെന്ന് ഖുർആൻ പരിചയപ്പെടുത്തുന്നു. ജിബ്രീൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സൃഷ്ടിക്കപ്പെട്ട അതേ രൂപത്തിൽ നബി തങ്ങൾ കണ്ടത് 2 പ്രാവശ്യം. അതാണ് വലഖദ് റആഹു നസ്ലതൻ ഉഖറാ. മറ്റൊരിക്കൽ കൂടെ നബി തങ്ങൾ ആ ജിബ്രീലിനെ കണ്ടിട്ടുണ്ട്. അപ്പൊ ആദ്യം ഒരു കാഴ്ച പറഞ്ഞു, എന്നിട്ടാണ് പറഞ്ഞത് മറ്റൊരിക്കൽ കൂടെ കണ്ടിട്ടുണ്ട്. എവിടുന്നാണ് കണ്ടത്? ഇൻദ സിദ്റത്തിൽ മുൻതഹാ, 7 ആകാശങ്ങൾക്കപ്പുറത്തുള്ള സിദ്റത്തുൽ മുൻതഹയുടെ സമീപത്ത് വെച്ചാണ് കണ്ടത്. ഇൻദഹാ ജന്നത്തുൽ മഅവാ, അതിനടുത്താകുന്നു മടക്കത്തിന്റെ കേന്ദ്രമായ സ്വർഗ്ഗമുള്ളത്. അപ്പൊ സ്വർഗ്ഗത്തിന് സമീപമുള്ള സിദ്റത്തുൽ മുൻതഹ, അവിടെ വെച്ച് ജിബ്രീൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സാക്ഷാൽ രൂപത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കണ്ടു എന്നാണ് ഖുർആൻ പരിചയപ്പെടുത്തിയത്. അപ്പൊ എങ്ങനെയാ അവിടെ വെച്ച് കണ്ടത്? നബി അങ്ങോട്ട് പോയപ്പോൾ ആ പോക്കാണ് മിഅ്റാജ് യാത്ര. ചില മനുഷ്യന്മാര് പറയും മിഅ്റാജ് ഖുർആനിലില്ല, ഇസ്രാഅ് ഖുർആനിലുള്ളൂ. ശരിയല്ല. ഇസ്രാഉം ഖുർആനിലുണ്ട്, മിഅ്റാജും ഖുർആനിലുണ്ട്. ഹദീസിൽ വിശദമായി പഠിപ്പിക്കുന്നുണ്ട്. ഇമാം ബുഖാരി സ്വഹീഹുൽ ബുഖാരിയിൽ ഒരു അധ്യായം തന്നെ കൊടുക്കുന്നു, ബാബുൽ മിഅ്റാജ്. മിഅ്റാജ് എന്ന അധ്യായം, മിഅ്റാജ് എന്ന അധ്യായം ഇമാം ബുഖാരി രേഖപ്പെടുത്തുന്നു. ആ ഹെഡിങ്ങിനെ വിശദീകരിക്കുമ്പോൾ ലോകപ്രസിദ്ധ ഹദീസ് പണ്ഡിതനായ ഇമാം ഇബ്നു ഹജർ അൽ അസ്ഖലാനി റഹിമഹുല്ലാ തന്റെ ഫത്ഹുൽ ബാരിയിൽ ഈ ഹെഡിങ്ങിന് വ്യാഖ്യാനം നൽകുമ്പോൾ അദ്ദേഹം രേഖപ്പെടുത്തി വെക്കുകയാണ്, മിഅ്റാജിന്റെ വർഷം എന്താണ്, മിഅ്റാജിന്റെ മാസം എന്താണ്, മിഅ്റാജിന്റെ ഡേറ്റ് എന്താണ്. ഈ വിഷയത്തിൽ പണ്ഡിതന്മാർക്ക് വ്യത്യസ്ത അഭിപ്രായമാണ്. തസീദു അലാ 10 അഖ്വാൽ, 10 അഭിപ്രായമുണ്ട് മിഅ്റാജിന്റെ വിഷയത്തിൽ. മിഅ്റാജ് എന്നാണ് സംഭവിച്ചത്, ഏത് കൊല്ലത്തിലാണ്, ഏത് മാസത്തിലാണ്, ഏത് ഡേറ്റിലാണ്, ഈ വിഷയങ്ങളിൽ 10 അഭിപ്രായം മുസ്ലിം ലോകത്തെ പണ്ഡിതന്മാർക്കുണ്ട് എന്ന് സ്വഹീഹുൽ ബുഖാരിയുടെ ലോകപ്രസിദ്ധ വ്യാഖ്യാന ഗ്രന്ഥമായ ഫത്ഹുൽ ബാരിയിൽ ഇബ്നു ഹജർ അൽ അസ്ഖലാനി റഹിമഹുല്ലാഹ് രേഖപ്പെടുത്തി വെക്കുകയാണ്. നമ്മുടെ നാട്ടിലോ യാതൊരു അഭിപ്രായത്തില്ലാത്ത പോലെയാണ് റജബ് 27 മിഅ്റാജിനെ തീരുമാനിച്ചത്. അന്ന് നോമ്പ്, അന്ന് ദുആ സമ്മേളനം, അന്ന് എന്തെല്ലാം പരിപാടികൾ. അപ്പൊ ഇത് മതമാണോ? അല്ലേ? മുജാഹിദ് പ്രസ്ഥാനം പറയുന്നു ഇസ്ലാമിൽ അത്തരമൊരു നോമ്പ് ഇല്ലേ ഇല്ല. റജബ് 27 മിഅ്റാജ് നോമ്പ് എന്ന പേരിൽ ഒരു നോമ്പ് സ്വീകാര്യോഗ്യമായ പ്രമാണങ്ങളിൽ പഠിപ്പിക്കപ്പെട്ടിട്ടേ ഇല്ല. അതൊരാൾ പിൽക്കാലത്തുണ്ടാക്കി വ്യാജമായി പ്രചരിപ്പിക്കപ്പെട്ടവയാണ്.